ചരിത്രത്തിൽ ആദ്യമായിട്ട് നിക്കാഹിന്റെ സ്ഥലം മറന്നുപോയത് അങ്ങനെയായിരുന്നു. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ചങ്ങായിൻ്റെ അനിയൻ്റെ കല്യാണം, നമ്മളെ അയൽവാസി കൂടിയ അന്തുള്ളൻ്റെ കല്യാണം ആയിട്ടിന്ന്. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു കല്യാണ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കല്യാണ വീട്ടിൽ പോവാം. കല്യാണ വീട്ടിൽ പോയിട്ട് കണ്ണൂർ കല്യാണ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇറങ്ങാനായി നോട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ പറ്റിക്കുന്നതാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയേക്കാം. ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, ഇതാണ് നമ്മൾ അന്തുവിന്റെ മകനാണിത്. ഇന്നാണ് ഗൈസ് അന്തുവിന്റെ മകലം. ഷനാസ് ഉദവി കൊടുക്കിട്ട് കൊടുക്കുന്നു. അടുത്ത വരാൻ ഫഹദ് പെണ്ണിനെ തേടുന്നു. ഇതൊക്കെ അന്തുവിന്റെ ഫാൻസ് കേട്ടോ. അന്തുവിന്റെ മരിയ നിഹാൽ, ഫൈസൽ പെണ്ണ് കിട്ടാതെ അലയുന്നു. അന്തുവിന്റെ ഏട്ടൻ അബൂബക്കറാണ്. ഏതാടാ ഇതിലേതാ പ്യാപ്പിള? അപ്പൊ ഇതിലേതാ പ്യാപ്പിള? ഓമേഴ്സ് തന്നെയല്ലേ ഇട്ടുകൊടുക്കുന്ന കാണുന്നവർക്ക് നീയാറ്റോ കൊടുത്തത്. എന്തോ ചിരിച്ചാട്ടാ ഇങ്ങോട്ടൊക്കെ. ഇത് നല്ലൊരു വീഡിയോ ഇരുന്നുണ്ട് കേട്ടാ. ഷോ എന്തെങ്കിലും രാവിലെ അന്തു ഷൂ ആദ്യം കൈ പിടിക്ക്. അത് കണക്കിട്ട് അതിന്റെ എനിക്ക് എന്താ പിടിക്കുന്നത്. ഇത് രാവിലെ അന്തുവിന്റെ തലയിൽ ചട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. അന്തു ഒരു കൊട്ടയും മീനും ഉണ്ടെങ്കിൽ സൂപ്പർ. സ്പ്രേ അടിക്കാൻ വേണ്ടി ഫൈസൽ അസ്ലമത്തിനുണ്ട്. വൃത്തിപ്പള്ളി കമ്മിറ്റിയുമായ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ ഉനൈസ്. ഓൾറൗണ്ടർ അസ്ലം. ക്യാപ്റ്റനും മുൻ പള്ളി കമ്മിറ്റി സെക്രട്ടറിയുമായ നജീർ. AC റിപ്പയറിനായി ഷമീമിനെ കോൺടാക്ട് ചെയ്യുക. പഴയ AC-കൾ, പുതിയ AC-കൾ എല്ലാം നമ്മൾ അന്നൊരു പേപ്പർ റാവുത്തർ. അപ്പൊ ഗൈസ് നമ്മൾ അന്തു ഇറങ്ങാൻ വേണ്ടി പോക്കാന്ന്. അപ്പൊ അന്തുവിന്റെ ഉമ്മയാണ് കേട്ടോ അത്. അപ്പൊ അന്തു ഭയങ്കര ഇമോഷണൽ ആകുന്നുണ്ട്. ഇനി എല്ലാവരെയും ഇതുപോലെ ഹക്കൊക്കെ ചെയ്ത് കൈയൊക്കെ കൊടുത്തവന് നിക്കാഹിനേക്ക് പോക്കാണ്. അപ്പൊ അതിനുള്ള ചടങ്ങാണ് കേട്ടോ ഇനി.
അങ്ങനെ കഴിച്ച് നമ്മളെ പ്യാപ്പിൾ ഇറങ്ങിയിട്ടുണ്ട്. പ്യാപ്പിൾക്ക് പോകാൻ വണ്ടിയൊക്കെ പുറത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കൊക്കെ പോകാൻ വേണ്ടി ബസ്സൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ പള്ളി സെക്രട്ടറി. ഇത് നമ്മളെ മെയിൻ വെപ്പാണ് കേട്ടോ. വെപ്പിൻ്റെ ആശാനാണ് നമ്മളെ സാദിഖ് ഭായ്. അപ്പോൾ പ്യാപ്പിളിൻ്റെ കൂടെ പോകേണ്ട ആൾക്കാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അന്തുവിൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അന്തു ഭയങ്കര ഹാപ്പിയാണ്. അന്തുവിൻ്റെ കൂടെയുള്ള ചങ്ങായിമാരും ഒക്കെ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അന്തു ആദ്യമായിട്ട് മംഗലം എന്താ പറയുക ഹാപ്പിനെസ് അവൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. അന്തു പോകേണ്ട അന്തുവിൻ്റെ കാറാണ് കേട്ടോ. അപ്പോൾ അന്തുവിൻ്റെ കാറൊക്കെ ചമയിച്ച് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കുള്ള വണ്ടി കുറച്ചപ്പുറം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബസ് നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. മുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ ഹരിമുല്ലച്ചീനാവിലെ അഴകേറും പുതുമാര ഇതമുള്ള പുതുപുതു മണവാട്ടി നിന്റെ ഹരിമുല്ലച്ചീനാവിലെ അഴകേറും പുതുമാര ഇത വരുന്നേ പെണ്ണേ ഇത അപ്പോൾ ഗൈസ് പള്ളിപ്പുറത്തുള്ള നിക്കാഹിൻ്റെ സ്ഥലത്ത് എത്തിയാൻ പറ്റിയിട്ടുണ്ട്. പള്ളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ്സിലുള്ളവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ജുമാ മസ്ജിദ് കേട്ടോ. പള്ളിപ്പുറത്തെ ജുമാ മസ്ജിദാണ്. ഇത് നിക്കാഹ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക പ്യാപ്പിളിനെ വെയിറ്റ് ചെയ്യുന്നത്. പ്യാപ്പിളെ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. പ്യാപ്പിളിന് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്യാപ്പിളിൻ്റെ ചങ്ങായിമാരൊക്കെ വേറെ വണ്ടിയിലായിട്ട് വന്നത്. അപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒടുവിൽ നമ്മളെ പ്യാപ്പിൾ എത്തിയിട്ടുണ്ട്. പ്യാപ്പിളെ വൈകിയതിനുള്ള കാരണം നമ്മൾ എന്താണെന്നറിയില്ല. അത് അവനോട് തന്നെ ചോദിക്കേണ്ടി വരും എന്താ വൈകിയെന്ന്. കാരണം നമ്മളെ തൊട്ട് ബേക്കിൽ തന്നെ ഉണ്ടായിരുന്നു അവർ. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കറക്റ്റ് പ്യാപ്പിളിനോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് പ്യാപ്പിളിനെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം പ്യാപ്പിള വന്ന് നിക്കാഹ് നടക്കുന്നുണ്ട്. പെണ്ണിൻ്റെ ഉപ്പയും അതുപോലെ തന്നെ ഉസ്താമാരൊക്കെ ഉണ്ട്. പെണ്ണിൻ്റെ കാരണന്മാരും അതേപോലെ തന്നെ അന്തുവിൻ്റെ ഏട്ടന്മാരൊക്കെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അന്തുവിൻ്റെ നിക്കാഹ് ആയിട്ടുണ്ട്. നിക്കാഹ് ആയിട്ട് നേരെ ഓളെ വീട്ടിലേക്ക് പോക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ എല്ലാവർക്കും പോകുന്നത്. തൊട്ടടുത്ത് തന്നെ പള്ളിൻ്റെ കുറച്ച് അങ്ങോട്ട് തന്നെയാണ് വീട്. അവിടത്തേക്ക് നമ്മൾ പോക്കാണ് കേട്ടോ. ചരിത്രത്തിൽ ആദ്യമായി നിക്കാഹിന് വൈദഗ്ധ്യ വ്യക്തി പ്യാപ്പിളാണ് ഇത്. ലോക റെക്കോർഡ് ഹരീസ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിക്കാഹിന്റെ സ്ഥലം മറന്നുപോയ ചങ്ങായി കേട്ടാ. എന്താ എനിക്കൊന്ന് പറയാനുള്ളൂ. എന്തിട്ട് ബസ് നോക്കിട്ട് വന്നാ മതി. പള്ളിപ്പുറം കക്കാട് റോഡ് ബസ്സിന്റെ ഏറെ വേക്കി പോയി. ഓപ്പണിങ് എടാ വാടിക്കോ വാടിക്കോ. ജീവിതത്തിൽ ആദ്യമായി കണ്ടോ ഗൈസ്. ഒരിന്ന മഴ.
അപ്പൊ ഗൈസ് നമ്മളെ പേപ്പറിന്റെ മാസമായ വരവിലൂടെ പേപ്പറിന്റെ ഉള്ളിലേക്ക് പേപ്പറിന്റെ കാമറ വന്ന് തേടുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ എത്തുന്നുണ്ട്. പേപ്പർക്ക് നല്ല പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പാലും കൊണ്ട് വരുന്നുണ്ട്. ചങ്ങായി പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല കടികളും ചായയൊക്കെ ആയിട്ട് മറ്റുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നമ്മളവിടുന്ന് വന്നവരൊക്കെ അവിടെ ഇരുന്ന് സെറ്റായിട്ടുണ്ട്. ആ ചായ കുടിക്കുന്നുണ്ട്, കടികളൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ പേപ്പറിനെ നമ്മളെ റൂമിലേക്ക് ആനയിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആ ചടങ്ങും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ മേളിലേക്ക് അവൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അന്തുൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടെ നിന്നും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചങ്ങായിമാരത് സെറ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അന്തുൻ്റെ റൂം കേട്ടോ. അന്തുൻ്റെ എന്താ പറയുക, അടിപൊളി റൂമാണ്. പൈസയിലാടുത്ത് പോയതിന് ചൂട് പറയും കുറവ്. എന്നാടാ പൂന്തോട്ടാ. കാത്തിരിക്കും പെണ്ണാടേ മധുരമെല്ലാം മാടവേലേ നൽകുമോളേ പഞ്ചാര
നമ്മള് ഫുള്ള് സൈഡായിട്ട് ഇരിക്കുന്നുണ്ട്. അതിന്റെ വർക്ക് ചോറ് ചെയ്യുമ്പോൾ നടക്കില്ല, നമ്മളെ വർക്കുള്ള. അസ്ലമിനെ സപ്ലൈ ചെയ്യാൻ ഭയങ്കര മടി. നമ്മുടെ കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നു. റെസ്റ്റ്. അപ്പൊ ഗൈസ് വ്യാപാരപ്പുറം പോയ ക്ഷീണം ഇത്രയാണ് ഞാൻ കണ്ടത് ഗൈസ്. അപ്പൊ നമ്മളൊരു ചോറ് കഴിക്കാൻ വന്നിട്ടുള്ള സമയം ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും അസ്ലമും ജുനൈസൊക്കെ ചോറ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ അന്തുവിന്റെ കല്യാണം അന്തുവിന്റെ ഇന്നത്തെ കല്യാണം എന്താ പറയാ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. ഓള് വന്നിട്ട് നമ്മളില്ലാ ഫോണിന്റെ കാർഡില്ല. 1 മണിക്കൂറിന് ശേഷം ഇറങ്ങിയത് പുറത്തിറങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ പാവം വരൻ മയക്കത്തോടിയതും വൈദറ്റിപ്പോയതും വരൻ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ അന്നുവിന്റെ കല്യാണം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.